ഹായ് സുഹൃത്തുക്കളെ, ഉത്രാടം ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈൽസിൻ്റെ വർക്ക് ചെയ്ത് ഫിനിഷായി പാലുകാച്ചിനായി കാത്തു കിടക്കുന്ന ഒരു വീട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോസ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡ് വഴി കയറാം. സിലിണ്ടറൊക്കെ പുറത്താണ് വയ്ക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റെയർ തൊട്ട് തുടങ്ങാം. ഇത് നമ്മളെ സ്റ്റെയറിൻ്റെ സൈഡിലെ വാൾ ടൈലാണ്. സ്റ്റെയർ നമ്മൾ വുഡ് ഫിനിഷിൻ്റെ ടൈൽസിൽ ചെയ്തതാണ്. നമ്മൾ ഗ്രാനൈറ്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് തള്ളിടാറുണ്ട് ഫ്രണ്ടിലോട്ട്. ആ തള്ള് ഇട്ട് തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. സ്കഡിങ്ങും ടൈൽസ് തന്നെയാണ്. മേൽഭാഗത്ത് 2 ബെഡ്റൂമാണ്. ഇത് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് നമ്മൾ സിറ്റ് ഔട്ടിലോട്ടാണ്. ഓപ്പൺ ടെറസിലും അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു ഫുള്ളും ടെസ്റ്റർ വർക്കാണ്. ആ ടൈൽസ് പോലെ തോന്നുമെങ്കിലും പക്ഷേ ടൈലിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് അത് ചെയ്തേക്കുന്നത്. ലോങ്ങിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നാച്ചുറൽ സ്റ്റോൺ ഒട്ടിച്ചേക്കുന്ന ഒരു ഫീലാണ് അത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ മുകളിലുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമെല്ലാം നമ്മൾ 4x2 ഡിജിറ്റൽ ടൈലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം പെയിൻറ്റിൽ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും നമ്മളാൽ കഴിയുന്ന വിധമുള്ള ഡിസൈൻ നമ്മളും ചെയ്തിട്ടുണ്ട്. ടൈൽസ് നമ്മൾ കട്ട് ചെയ്ത് 15 സെൻറ്റിയുടെ ബോർഡറാണ് കൊടുത്തേക്കുന്നത്. ബാൽക്കണിയിലേക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു വാളാണ്. ഫാൻസി ലൈറ്റും സൂപ്പർ. ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു ഡിസൈൻ കാണുന്നുണ്ട്. ഇൻറ്റീരിയലും നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തേക്കുന്നത്. കബോർഡും ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലെ 2 ബാത്റൂമും ഒരു ഗ്രേ ഷെയ്ഡാണ് 3 അടി ഹൈറ്റ് വരെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ റൂമിൻ്റെ ഏരിയ കവർ ചെയ്തിരിക്കുന്നത് ഫുള്ളും വുഡിൻ്റെ ടൈൽസ് തന്നെയാണ്. ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയപ്പോഴത്തേക്ക് ഒരുപാട് പേരൊന്നും തർക്കിച്ച് തടിയാണെന്ന്. ഇപ്പം നമ്മൾ നേരെ ഹാളിലാണ് നിൽക്കുന്നത്. ഓരോ ഏരിയയ്ക്കും അതിനനുസരിച്ചുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇത് ഹാളിൻ്റെ പാർട്ടീഷനാക്കിയതാണ്. 1600-800 ഹാളിൻ്റെ ടൈൽസ് ചെയ്തേക്കുന്നത്. ഈ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് TV വരുന്ന ഏരിയയാണ്. ഈ ബാൽക്കണിയിൽ നിന്നാൽ ഹാള് ഫുള്ളും നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് കാണുന്ന ആ ഒരു ഡിസൈനുണ്ട്. ഇത് മെറ്റലാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഫൈബർ എന്നാണ് കരുതിയത്. ഈ വാളും നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി പാലുകാച്ചിന് 2 ദിവസമേ ഉള്ളൂ. ഇന്നുകൊണ്ട് നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഫുള്ള് കയറി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. ഈ വാള് കണ്ടിട്ട് കൊതി തീരുന്നില്ല. ഇവിടെ ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. ഇത് ഹാളിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയും സിറ്റ് ഔട്ട് പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി ഇരിക്കാമേ. ഇതാണ് അതിവിശാലമായ കിച്ചൺ. ഇത് ഓപ്പൺ കിച്ചനാണ്. അപ്പോൾ നമ്മളിന്ന് പാലുകാച്ചിന് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നല്ലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ കയറി അകത്തേക്ക് പോയി. നമ്മൾ ചെന്നപ്പോഴേ ചായ റെഡിയായിരുന്നു. നമ്മളെ കണ്ടപ്പോഴേ ചേച്ചി 2 ചായയൊക്കെ ഒഴിച്ച് വെച്ച്. ചായയും കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഭക്ഷണശാലയായിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല. നമ്മൾ 4 പേരുണ്ടായിരുന്നു. നമ്മൾ 4 പേരും കൂടെ നേരെ അങ്ങോട്ട് എല്ലാവരും കസേരയൊക്കെ പിടിച്ചിട്ട് നല്ല സീറ്റിങ്ങിലിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് വയറും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. നമ്മൾ ചെന്ന സമയം വലിയ തിരക്കില്ലായിരുന്നു. നമ്മളിതൊക്കെ കഴിച്ച് ഇറങ്ങാൻ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണിയാണ്. കറക്റ്റ് 11:30 ആയി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി അടുത്ത നമ്മളെ ഓണറെ കാണാൻ നമ്മൾ വീടിൻ്റെ ഓണറാണ്. ഞാൻ ഇവിടെ ടൈൽസിൻ്റെ പണി ചെയ്ത മേശരിയാണ്. എങ്ങനെയുണ്ട് വീടിൻ്റെ വർക്ക്? ഞാൻ സാറ്റിസ്ഫാക്ഷനാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഞാൻ വിചാരിക്കണേക്കാളും നല്ല രീതിയിലാണ് വർക്ക് ചെയ്തത്. നമ്മളെന്ത് മാറ്റം പറഞ്ഞാലും അതുപോലെ ബുദ്ധിമുട്ടുമില്ലാതെ അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അതുപോലെ ഒരുപാട് പേര് അഭിപ്രായം നല്ല ഇതാണ്. അപ്പോൾ വളരെയധികം നന്ദി. സന്തോഷമാണ്. ഇത് നമ്മളെ സജാദ് സാർ, ഇതാണ് എൻജിനീയർ. എൻ്റെ പേര് സജാദ് സലീം. അജീഷ് ഏകദേശം ഒരു 12 വർഷത്തോളമായി എൻ്റെ കൂടെ ഉണ്ട്. ടൈൽസ് ഏത് ടൈൽസ് ആയാലും വളരെ നല്ല രീതിയിൽ, വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ പണി ചെയ്യുകയും അതിൻ്റെ ഫിനിഷിങ് വരെ എനിക്കൊപ്പം കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ എല്ലാ ടൈൽസ് വർക്കിലും ഫുൾ ക്രെഡിബിലിറ്റി അജീഷിനുള്ളതാണ്. അജീഷിനും അജീഷിൻ്റെ ടീമും അംഗങ്ങൾക്കും ഉള്ളതാണ്. സാറ് നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലിയാണ്. വേറെ ഒരു എൻജിനീയറാണ് ഞാൻ എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. നമുക്കൊപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മളടുത്ത് ഒരു പണി ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് അത് ചെയ്യും അങ്ങനെ ഉള്ളതൊന്നുമില്ല. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഇനി
ഉണ്ട്, നമ്മളെ പണിക്കാരിൻ്റെ ഉണ്ട്. അവർക്ക് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊന്ന് കുറച്ച് നേരം വന്നോളൂ. ഒരാളും കൂടെ വന്നിട്ടുണ്ട് ചേട്ടാ. മോളെ പേര് ദുവ ദുവ ഹെയർ ദുവ. ദുവ ഒത്തിരി താമസിച്ചു പോയി. എന്നാലും ഒത്തിരി താമസിച്ചാലും വന്നെത്തി. ഓക്കെ ഓക്കെ. ദക്ഷിണ വേടുപ്പ് ചടങ്ങാണ് നടക്കുന്നത്. വളരെ ഉപകാരമാണ്. നല്ല രീതിയിൽ ബോക്സ് ഇട്ട് നല്ല രീതിയിൽ മറ്റേ ഇത് പൊടിയൊക്കെ തൂത്ത് അപ്പോൾ ശരി എന്നാ ഓക്കെ. ഇത് എഞ്ചിനിയുടെ കോൺടാക്റ്റ് നമ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.